നമസ്കാരം. ഞാൻ ശക്തിയായ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മുടെ ചേർത്ത വിഷയം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥത അനുസരിച്ചാണ്. ഇതെങ്ങനെയാണൊരു മേടക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മേടക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പറയുമ്പോൾ മേടക്കൂറുകാരുടെ ചാരവശാലുള്ള ഗ്രഹസ്ഥിതി നോക്കിയാൽ ശനി 12-ലും വ്യാഴം 3-ലും രാഹു 11-ലും കേതു 5-ൽ സ്ഥിതി ചെയ്യുന്നു. 12-ലെ ശനി എന്ന് പറയുന്നത് 7-ലെ ശനി ആരംഭിച്ചിരിക്കുന്ന കാലമാണ്. 7-ലെ ശനി ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ യാത്രാവേളകളിൽ വളരെ സൂക്ഷിക്കണം. കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചിലവുകൾ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന് നമ്മൾ അടിവരയിട്ട് ഓർമ്മിച്ചു കൊള്ളണം. ഇനി നമ്മൾ പറയുന്നത് മേടക്കൂറുകാരുടെ 2026 മാർച്ച് മാസത്തിലെ ഫലം എന്തൊക്കെയായിരിക്കും എന്നാണ് ആദ്യം നോക്കുന്നത്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. തൊഴിൽ തേടിയുള്ള യാത്രകൾ ഫലവത്താകുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കുവാനും അവയിൽ ചിലത് വിജയിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലമാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാനിടയുള്ള ഒരു കാലഘട്ടമാണ്. പരിശ്രമം കഠിനപ്പെടുത്തിയാൽ വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ ക്ഷമയോടുകൂടെ അതിനെയൊക്കെ നേരിട്ടാൽ അതൊക്കെ അനുകൂലമായിട്ട് പരിവർത്തനപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലി സംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും. അതുപോലെ തന്നെ ദുഷ്ടന്മാരുമായിട്ടുള്ള സഹവാസം, നീചന്മാരുമായിട്ടുള്ള സഹവാസമൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധത്തിൽ വിളിച്ചിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തന്ത്രങ്ങളിലൂടെയും കൗശലങ്ങളിലൂടെയും ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനിടയുണ്ട്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, കുടുംബത്തിലെ ഏതെങ്കിലും വിഷയം പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളൊക്കെ കൗശലപൂർവ്വവും തന്ത്രപൂർവ്വവുമായി തീരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പല ബന്ധങ്ങളിലും ചില വിള്ളൽ വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രണയബന്ധം പോലെയുള്ളവയിൽ ചില ഒളിച്ചു വയ്ക്കപ്പെടുന്ന രഹസ്യങ്ങൾ കണ്ടെത്തുവാനും അവയെ ചൊല്ലി കലഹമുണ്ടാകുവാനും സാധ്യതയുണ്ട്. സ്ഥാനമാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിലും സ്ഥാനമാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അവർ മനഃപൂർവ്വം ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർ മോശക്കാരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ട് വരാം. അത്തരത്തിലുള്ള ദൗർബല്യബന്ധിതമായിട്ടുള്ള കെണികളിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് എടുക്കേണ്ട മുൻകരുതൽ. സാമ്പത്തികമായിട്ട് നിക്ഷേപ ഗുണം വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ അധികാരപ്രാപ്തി, ഏതെങ്കിലും മേഖലയിൽ ഒരു സമുദായ സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു ചെറിയ അധികാരത്തിൻ്റെ ഒരു അധികാര ലഭ്യത ഈ കാലഘട്ടത്തെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് കാര്യത്തിലും ആലോചിച്ച് മാത്രമേ മറുപടി പറയാവൂ. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ എടുത്തിയാടി എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുന്നത് ഒട്ടും ഗുണകരമായിരിക്കില്ല. ആലോചിച്ചും കണ്ടും മാത്രം കാര്യങ്ങളെ വിലയിരുത്തുക, മറുപടി പറയുക. മറ്റുള്ളവർക്ക് മോഹന വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടും ഇരയാവാതിരിക്കുവാൻ വളരെയേറെ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇടക ശനിദോഷക്കാലമായതുകൊണ്ട് തന്നെ ഏതു തരത്തിലുമുള്ള കഷ്ടതകൾ പല രൂപത്തിലും പല ഭാവത്തിലും വരാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഏകദേശം കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. അതാണ് മനസ്സിലാക്കാനുള്ളത്. പ്രവാസ ജീവിതവും ഒക്കെ തന്നെ
നടക്കുന്നതാണ്. പക്ഷെ അതിലോട്ടൊക്കെ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് കുറച്ച് അലച്ചിൽ വേണ്ടിവരും, കുറച്ച് ധനപരമായിട്ടുള്ള ദുർച്ചിലവുകൾ വേണ്ടിവരും. ധനപരമായിട്ടുള്ള വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ തന്നെ സൂക്ഷിക്കണം. സൂക്ഷിച്ചുകൊണ്ട് ധനവിഷയങ്ങളിൽ കരുതലോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാറുള്ളത്. അടുത്തത് ഏപ്രിൽ മാസത്തെ ഫലമാണ്. മേടക്കൂറുകാരുടെ ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം പൊതുവെ ഗുണകരമായിരിക്കാം എന്നതാണ് പറയാനുള്ളത്. ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിനെ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ കേസ് വഴക്കിലേക്ക് എത്താതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ഗൃഹനിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അമിത കടം മേടിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ധനപരമായിട്ടുള്ള ചിലവുകൾക്ക് വളരെയേറെ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന ഒരു കൗശലബുദ്ധി പ്രദർശിപ്പിക്കുമെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും സ്വാർത്ഥലാഭം ലക്ഷ്യമിടുന്നില്ലേ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന തരത്തിലേക്ക് വാക്കും പ്രവൃത്തിയും പോവാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും അവകാശങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം വരാതെ നടത്തിക്കൊണ്ട് പോകുവാനുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടാകണം. എടുത്തിയാട്ടം മൂലവും കോപാധിക്യം മൂലവും നല്ല അവസരങ്ങൾ കളഞ്ഞു കുടിക്കരുത്. കലഹസാധ്യത വരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും തൊഴിൽ രംഗത്തായാലും വളരെയേറെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകണം. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ വാഹനങ്ങളുമായിട്ട് പോകണം. അതുപോലെ തന്നെ മനസ്സിന് ഭയാശങ്കയുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടോ എന്ന ഭയമൊക്കെ ഉണ്ടായേക്കാം. വിശദമായ ചികിത്സയിൽ അതായത് ടെസ്റ്റിങ്ങിൽ അതൊന്നും വലിയ കാര്യമല്ല എന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഇപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ വിജയമുണ്ടാകത്തുള്ളൂ. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിലും അവിടെയും മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. കാലോചിതമായ മാറ്റങ്ങൾ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും തൊഴിൽ രംഗത്തും വരുത്തുവാൻ തയ്യാറാകുന്ന പക്ഷം വിമർശനങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി നിൽക്കുവാനും സാധിക്കും. യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിദേശവാസികളായിരിക്കുന്നവരും അവിടെയുള്ള എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ആരോപണങ്ങൾ വന്നുപെടാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലും എടുക്കേണ്ടതാണ്. ധനപരമായിട്ടുള്ള ദുർവ്യയം അത് ഒരു പരിധിവരെ നിയന്ത്രിക്കുക. എന്നാലും അപ്രതീക്ഷിതമായിട്ടും എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരാം. കാരണം ധനപരമായിട്ടുള്ള ചിലവുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദര ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ സഹോദര ബന്ധം ശിഥിലമാകാൻ വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അതിലൊരു ഇരയായിപ്പോയി നമ്മൾ വീഴാതെ സഹോദരനോട് ആജന്മശത്രുതയൊന്നും വെച്ച് പുലർത്താതെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിലും വിട്ടുവീഴ്ച വളരെ വേണ്ടുന്നൊരു കാലഘട്ടമാണ്. ഏറെക്കുറെ അനുകൂലമായ സാഹചര്യം നമ്മൾ തന്നെയാണ് ഈ മാസങ്ങളിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത്. പ്രതികൂലമെന്ന് തോന്നുന്ന അവസരങ്ങളെപ്പോലും അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ നമ്മളുടെ ക്ഷമയും വിവേകബുദ്ധിയും പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ 2026, 26 മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രാതിരെ സംബന്ധിച്ച്, കാർത്തിക 1-ാം പാദ നക്ഷത്രാതിരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളൊന്നും തീർക്കുന്നതല്ല. ശരീരക്ഷീണം വർദ്ധിക്കാനും അധ്വാനഭാരം കൂടാനും ചിന്താക്ലേശം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ദീർഘവീക്ഷണ ബുദ്ധിയും അല്ലെങ്കിൽ നിശ്ചയദാർഢ്യവും അധ്വാനശീലവും നിങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കേണ്ടത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക. ശാസ്താവിന ക്ഷേത്രത്തിൽ അസ്തമയ ശേഷം നീരാജനം സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അരയാലിന് രാവിലെ 8-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത് 3 തവണ പ്രദക്ഷിണം ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കുങ്കുമം തിലകമായി ധരിക്കുക. ചാമുണ്ഡി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, കടുംപായസം പോലെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇതര മതവിശ്വാസികളെ സംബന്ധിച്ചും അവരവർക്ക് വിശ്വാസമുള്ള ദേവാലയത്തിൽ ദർശനം നടത്തുക. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുക. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ദോഷപരിഹാരത്തിന് പറഞ്ഞിരിക്കുന്ന സമയവും നിറവും
അവരുടെ പ്രാർത്ഥനകൾക്കും കൂടുതലായിട്ട് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുവാനുള്ള മാസഫലങ്ങൾ. നന്ദി, നമസ്കാരം.